എടാ കൂടുതൽ കളിക്കല്ലേടാ മുറിച്ചിട്ട് അടുത്ത്. നിന്റെ കച്ചവടം ഞാൻ നിർത്താനാ കേട്ടാ. എന്താ എന്നെ തന്നെയാണോ? എന്തുവാ ഒരു മൈൻഡില്ലാതെ പോകുന്നു? എന്തിനാ ഒരു മൈൻഡില്ലാതെ പോകുന്നു? എന്താ നീ ഇവിടുത്തെ രാജാവാ? അതെ, ഞാൻ ഇവിടുത്തെ രാജാവാണ്. ഐ ആം എ കിങ്. ചേട്ടാ സോറി. എങ്ങനെ കിടന്ന മൂക്കട്ട പിള്ളേര് ഇവിടെ വന്ന് ദാദ കളിക്കണ്. അതിന് പൊറിഞ്ചിന് ജീവനെടുത്ത കാലം നടക്കില്ല, അറിയോ? ഈ നാട്ടിൽ ഒരൊറ്റ ദാദാ മതി, അത് ഈ പൊറിഞ്ചുവാ. മനസ്സിലായോ? കഴിഞ്ഞ കണ്ണവാലി പെരുന്നാൾ 14 പേരെ ഒറ്റ കുത്തിന് മലച്ചുവഴി പൊറിഞ്ഞു, അറിയോ? അയ്യോ, അത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അറിയില്ലല്ലേ? അത് ഞാൻ പത്രത്തിൽ കൊടുത്തില്ലായിരുന്നു. എന്താ എടാ പിത്തക്കാടി ആൻ്റെപ്പോഴും അവൻ്റെ പിള്ളേരും കൂടി ചീട്ട് കളിക്കുക. ഞാൻ കളി നോക്കിയിരുന്നു. നമ്മുടെ പാട്ടപ്പറമ്പിൽ അവൻ്റെ പേരനാ ജോണി. ജോണി. അവൻ ജാഗ്രത തല്ലിയപ്പോൾ ഞാൻ പറഞ്ഞ് തുറുപ്പ് നോക്കി വെട്ടാൻ. അവൻ വെട്ടിയില്ല. ഞാൻ ചോദിച്ചത് എന്ത് തന്തയില്ലത്തിലാണ് കാണിച്ച് ചോദിച്ചതും എന്റെ ദൈവം എന്തരടിയായിരുന്നറിയാവാ. കഴുത്തിലങ്ങ് കുറ്റിപ്പിടിച്ചിങ്ങനെ മുള്ളൂരിക്കെ ചേർത്ത് വെച്ചാൽ ഞാൻ പിന്നെ ഉറക്കുമായിരുന്നു, അറിയോ? എന്തായാലും ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്ത് തെറ്റല്ലേ? അതേടാ, അത് തന്നെ ഞാനും പറയുന്നത്. ഒരു മനുഷ്യനെ ഇങ്ങനെ ചെയ്യരുത്, അറിയോ? ഈ മുള്ളുമുറിക്കലൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എന്റെ അടിതാക്കി നോക്കിയിട്ട് തൊഴിയ. ഞാനാരാ മോൻ ആ സ്പോട്ടിൽ വീടില്ലേ ബോധം കെട്ടി. പിന്നെ പെണ്ണുങ്ങളെല്ലാം കൂടെ തൂത്തുവാരി കൊട്ടയ്ക്കകത്തിട്ട് വീട്ടിൽ കൊണ്ടിട്ട്. പിന്നെ എനിക്കൊന്നും അറിയാൻ പാടില്ല, പിറ്റേ ദിവസം രാവിലെ പറയണ കേട്ടോ. പക്ഷെ പൊന്നനും തങ്ങൻ അവന്മാരെ ഞാൻ വിടത്തില്ല. അവന്മാർ നീചന്മാരെ എന്റെ കണ്ണിനെ കുത്തി മലത്തി കളയാൻ, അറിയോ? സുഖമാണോ മക്കളെ? സുഖമാണോന്നോ? പരമസുഖം. എടാ വാസു, രണ്ടു കുപ്പി കള്ളെടുത്ത് കൊടുത്ത മൂത്തത് ഇവന്മാർക്ക്. പിന്നെ കുത്തിക്കൊള്ളില്ലേ? അടയ്ക്കാൻ മുറിക്കണ കത്തിയ. ഞാനൊന്നും ദാതയൊന്നുമില്ല. ഇവിടുത്തെ അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കീമതത്തിയാ. സത്യായിട്ടും. ആ എന്നാലിയാ ഞാനാ വരുന്നു. പറിച്ച് കീറിക്കളയും കേട്ടോ. ഞങ്ങളോടാ കളി. അയ്യോ, പഴയ കപ്പ്യാർ കൊച്ചിനേക്കാൾ അധ്വാനശീലനായി കൊച്ച്. എനിക്ക് ഇഷ്ടമായി കേട്ടോ. തോമ വന്നം തൊട്ടേ ശ്രദ്ധിക്കാണ് കേട്ടാ. എന്റെ ചുറ്റും കിടന്നുള്ള തത്തിക്കളി വേണ്ട. അകത്ത് വല്ല പണിയുണ്ടാക്കി നോക്ക്. പഴയ കപ്പ്യാർ കൊച്ചിനേക്കാൾ ചുണ്ടിക്കാരനാ ഇത്, എനിക്ക് മനസ്സിലായി. തോമ ഈ കൊഞ്ചു കുഴലൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടാ. വലിയ തമാശക്കാരനായി കൊച്ച്. എനിക്ക് തമാശക്കാരെ ഭയങ്കര ഇഷ്ടമാ. എനിക്ക് ചൊറിഞ്ഞു പറഞ്ഞിട്ടുണ്ട് കേട്ടാ. പുറമേ പരുക്കനാണെങ്കിലും ഉള്ളി പഞ്ചഭാവമാന്ന് എനിക്കറിയാം. ഈ സ്വഭാവം കൊണ്ട് ആർക്കാ ഇഷ്ടം തോന്നാത്തത്? തോമ വേണ്ടാത്ത കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ മോന്തക്കിട്ടൊരു കീറിയാൻ പറ്റും കേട്ടാ. എല്ലാ ആണുങ്ങളും ഇങ്ങനെ പയ്യെ പയ്യെ കൊച്ചിന്റെ സ്വഭാവവും മാറും. ഇല്ലെങ്കിൽ ഞാൻ മാറ്റും. തോമ ചെവിക്കീഴി കിടന്ന് ചീവീട് കൂവണ പോലെ കൂവാതെ നീ നിന്റെ പണിക്ക് പോ. എന്നാ പിന്നെ ഞാൻ പോവാടാ. എന്ത് പറഞ്ഞാലും ഈ കൊച്ചിനെ ഇവിടുന്ന് ഞാൻ വിടില്ല. എനിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടമായി. എന്താണ് തരകം പതിവില്ലാണ്ട് ഇങ്ങോട്ടൊരു വരവ്? ഞാൻ ഭയങ്കര ബുസിയിലാണ് കേട്ടാ. വന്നപടി ഇരിക്കാണ്ട് കാര്യം പറഞ്ഞ് പോകാൻ നോക്ക്. എടാ ഔതക്കുട്ടി. ഔതക്കുട്ടിയാ? ഇപ്പൊ വിളിച്ചു മേലെ വിളിച്ചാലുണ്ടല്ല. ഞാനിപ്പോ ഔതക്കുട്ടി മുതലാളിയാണ്, അങ്ങനെ വിളിച്ചാ മതി. പണ്ട് നമ്മള് വാരണ മീനൊക്കെ ലേലം വിളിക്കുന്ന പണിയായിരുന്നു മുതലാളിക്ക്. സമ്മതിച്ച്. നിങ്ങൾ നമ്മുടെ തരകനുമായിരുന്നു. കാലം മാറിപ്പോയില്ലേ? ഇപ്പൊ എന്തോരം പണം വാരണ ലക്ഷപ്രഭുവാണെന്ന് അറിയാമാ ഞാൻ. എന്താണ് ഇപ്പൊ തരകനുകൾക്ക് അമ്മ ചെയ്തതിന്റെ ഉദ്ദേശം? ഒരു സഹായം ചോദിച്ചു വന്നതാ. മംഗലാപുരത്തിന് പോയ മീൻവണ്ടി മറിഞ്ഞ് 1.5 ലക്ഷത്തിന്റെ ചെമ്മീനാണ് നാട്ടുകാർ വാരിക്കൊണ്ടുപോയത്. അതിപ്പോ ഞാൻ വന്ന് പൊക്കി തന്നെ ഒന്നാണ് പറയണത്. ഞാനിപ്പോ പണിയൊക്കെ നിർത്തി. എനിക്കിപ്പോ ചാരട മണം കേട്ട ഛർദിക്കാൻ വരും. എനിക്കൊരു 1 ലക്ഷം രൂപ കടം തരണം. ഒരാഴ്ച കഴിഞ്ഞ് മടക്കി തന്നേക്കാം. എന്റെ വ്യാകുല മാതാവേ, 1 ലക്ഷം രൂപയാ?
എന്റെ കയ്യിൽ 8 അണ ഇല്ല. പലിശക്ക് തന്നാ മതി. എന്ത് ഈടിന്റെ പുറത്ത് തരും? പറമ്പിന്റെ ആധാരമുണ്ട്, അതിന്റെ പുറത്ത് തന്നാ മതി. ഇങ്ങോട്ട് കൊണ്ടുവാ. ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഒറിജിനലാ. ആഹാ, ഞാൻ വിചാരിച്ചു ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. 45 സെന്റ് സ്ഥലവും തെങ്ങും പറമ്പും പുറയോടൊക്കെ ഇതിനകത്ത് തികച്ചുണ്ടാണോ? ആധാരത്തിൽ ആരെങ്കിലും കള്ള എഴുതി പിടിപ്പിക്കുക? ആ, കള്ള എഴുതിയ എനിക്ക് കൊള്ളാം, എഴുതിയില്ലെങ്കിൽ തനിക്ക് കൊള്ളാം. താൻ കുടിച്ച കുഴി താൻ വീഴും, അത് തന്നെ. ആ കൊച്ചുമേരി. ആ തരകനാ, എന്തുണ്ട് വിശേഷം? ഞാൻ കൊച്ചുമേരി ഒന്ന് കാണാൻ വന്നതാ. എന്തോന്ന് കാര്യം? പണ്ട് ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ട? എന്റെ കൂടെ പോരാൻ. ഇപ്പൊ ലോപ്പാസാണ് ചത്ത്. അവനെ കുറിച്ച് ഓർത്ത് ഇനി ഇങ്ങനെ നടക്കേണ്ട വല്ല കാര്യമുണ്ടാ? ഇപ്പോഴും വിളിക്കണം, എന്റെ കൂടെ പോന്നണ്ട. ദേ, അകത്ത് ഒന്നാന്തരം കുറ്റിച്ചിലിരിപ്പുണ്ട്, അതെന്നെ കൊണ്ട് എടുപ്പിക്കരുത്. ആ ഇതാണ് കുഴപ്പം. നല്ല കാര്യം പറഞ്ഞപ്പോ കടിച്ചു കീറാമൻ. ആ, തരകൻ കളിച്ച് കളിച്ച് അകത്തായി. ഇങ്ങോട്ട് വാ. 1 ലക്ഷം രൂപ തികച്ചുണ്ട്. പിന്നെ ഒരു കാര്യം, പണം എനിക്ക് തിരിച്ചു തന്നെ, അതെനിക്ക് നിർബന്ധമാണ്. പറഞ്ഞ ദിവസം കഴിഞ്ഞാൽ പറമ്പും പെരേ എന്റെ കയ്യിലിരിക്കും. അത് ഓർക്കണം കേട്ട, കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഓ, അന്നത്തെ ഇറങ്ങാൻ പോ. ഹലോ, അങ്കമിങ്ങില്ല, ഇൻകമിങ്ങല്ലേ? എന്ത് 1 ലക്ഷം രൂപയാ? ദൈവമേ, റേഞ്ചില്ല, പിന്നെ വിളിച്ചോ. ചേട്ടോയ്, എന്റെ പൊന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ഈ ഞാമ്പച്ചിക്ക് മഴപ്പട്ടി കൂട്ട്, എനിക്ക് ആരും ഇല്ലല്ലോ ദൈവമേ ഒരു കൂട്ട്. ചേട്ടോയ്, ഒന്നിങ്ങ് വന്നേ, ഒന്ന് കവലോരാക്കി തരാവോ? ആക്കിയേക്കാം, ദൈവഗുണം കിട്ടുന്ന കാര്യമല്ലേ. അല്ല, ഇതെന്ത് പറ്റിയതാ? ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണതാ. പ്രാന്താണല്ലേ? ഭീകരവാദികൾ ആക്രമിച്ചതാ. ഞാനൊരു കവിയായി പോയല്ലോ, അവർക്കെതിരെ ഞാനൊരു കവിത എഴുതി, അതിന്റെ പ്രതിഫലം തന്നതാ. വയ്യെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ നടക്കുന്നേ? വീണ്ടും എപ്പോഴാ ഇടിവഴുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. കവലയിൽ ചെന്നൊരു വണ്ടി വിളിച്ച് നാട് വിടാൻ പോവാ ഞാൻ. ഈ നാടിനോടും വിട, നാട്ടാരോടും വിട, ഈ നാടിനോടും വിട, നാട്ടാരോടും വിട, വിട, വിട. ആലിസേ, എന്തോ? നിന്റെ മാഷ് ഏതായാലും ഭാഗ്യമുള്ള ആളാ. അതെന്താ? എപ്പോഴും മുടങ്ങാണ്ട് കൃത്യമായിട്ട് അടി കിട്ടുന്നുണ്ട്. കൈയെടുക്ക്, ആരെങ്കിലും കാണും. അയ്യോ, പ്രേമദാസൻ മാഷ്. അയ്യോ, എന്താ? എന്റെ അളിയൻ വരണം. കോരളിയും കണ്ടാ പിന്നെ ആകെ പ്രശ്നവും. അതുകൊണ്ട് നീ പൊയ്ക്കോ. തോമസ് കുട്ടിക്ക് വേണ്ടി എന്തോ റെഡിയാ മാഷ് മേടിക്കണേ. നമ്മുടെ കാര്യം നോക്കിക്കൊണ്ട് വരും, അല്ലാതെ അവളല്ലേ പോണേ. അവളിത് എവിടെ പോണു? അയ്യോ, പ്രേമദാസൻ മാഷായിരുന്നോ? കണ്ടിട്ട് മനസ്സിലായില്ലട്ടോ. കൊല കൊടുക്കരുത്, പോക്കോ. ഇവൻ തല്ലുകൊണ്ട് മരിക്കാൻ ലക്ഷണമാടാ പോയി. ഇവന്റെ മരണം നമ്മുടെ കൈ കൊണ്ട് തന്നെ ആയിരിക്കൂടാ. ഇവന്റെ കൂടെ ഒരു ഗുണ്ടയും കൂടെ ഉണ്ടല്ലോ, തല്ലാൻ വന്നായിരിക്കും. അല്ല മാഷേ, പുതിയ കവിതയൊന്നും എഴുതിയില്ലേ? ഞാൻ കവിത എഴുതി നിർത്തി, മാറിക്കോ. എനിക്ക് ഇനി കവിത എഴുതി തല്ലുകൊള്ളാൻ വയ്യ. നിന്നോട് വിട. നേടിയ വള്ളി കാലിച്ചിട്ട് നോണ പറഞ്ഞോട് തുടക്കമുണ്ടാക്കാൻ പറ്റിയ സന്ദർഭം. ചേട്ടാ, മാഷ് എന്താ മാറി നിക്കണേ? ആലീസൂഞ്ഞ് എവിടെ പോയിട്ട് വരുവാ? പള്ളിയില്. ഗുണ്ടെന്തോ പറയണ്ട്, ശ്രദ്ധിച്ചോ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞ കുഞ്ഞിന് വിഷമം തോന്നരുത്. എന്താ കാര്യം? തോമസ് കുട്ടിന്ന് വെച്ചാ എനിക്ക് ജീവനാ. അവനെ ഞാനൊരു അളിയനായിട്ടല്ല, സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാ ഞാനവനെ സ്നേഹിച്ചിരുന്നത്. ആ അവനാ എന്നെ ചതിച്ചത്. എന്താ ഉണ്ടായേ? എൻ്റെ ചേച്ചിയുടെ മകൾ എലിസബത്ത് കുറച്ചുനാള് തോമസ് കുട്ടിയുടെ വീട്ടിൽ വന്ന് നിന്നില്ലേ. 2 മാസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് അവക്ക് വയറ്റിലുണ്ടെന്ന്. എത്ര നിർബന്ധിച്ചിട്ടും ആളാരാണെന്നും അവൾ പറഞ്ഞില്ല. അവസാനം അപ്പം കെട്ടിത്തൂങ്ങി ചാവൂന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവളെ ചതിച്ചത് തോമസ് കുട്ടിയാണ്. അവള് പ്രസവിച്ച കുഞ്ഞ് അപ്പനുണ്ടായിട്ടും അനാഥാലയത്തിൽ അനാഥനായി വളരുന്നു.
അയ്യോ ഞാൻ ഗുണ്ടല്ലേ തോമസ് കുട്ടൻ അളിയാണ് അയ്യോ അടിക്കല്ലേ നിങ്ങൾ ആരാ അയ്യോ